10 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന കാലഘട്ടം. ആ വർഷം ജനുവരി 28-ന് കേരള ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പൊതു താൽപര്യ ഹർജി വരുന്നു. ഇതിൽ കോടതി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടുന്നു. തുടർന്ന് അന്നത്തെ UDF സർക്കാർ കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. എന്തായിരുന്നു ആ സത്യവാങ്മൂലം? അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതായിരുന്നു: ജമാഅത്തെ ഇസ്ലാമി ഒരു നിയമവിരുദ്ധ പ്രസ്ഥാനമാണ്, രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത ഒരു മത തീവ്രവാദ സംഘടനയാണ്. 1957 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അവരുടെ പബ്ലിഷിംഗ് വിഭാഗം പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹപരവും വർഗീയവുമായ ഉള്ളടക്കമുള്ള ഈ പുസ്തകങ്ങൾ നിരോധിക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ആ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ തോളിലേറ്റി നടക്കുന്ന ഇതേ മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെട്ട UDF സർക്കാരാണ് ഈ അഫിഡവിറ്റ് നൽകിയതെന്ന് ഓർക്കണം. ഈ സത്യവാങ്മൂലം നൽകി 10 വർഷങ്ങൾക്കിപ്പുറം എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായത്? എന്തു മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ UDF കാണുന്നത്? അവരുടെ അടിസ്ഥാന നിലപാടുകളിൽ ഏതെങ്കിലും അവർ ഉപേക്ഷിച്ചോ? ഏതെങ്കിലും നിലപാടിൽ നിന്നും അവർ പിന്നോക്കം പോയോ? ഈ 10 വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിവർത്തനത്തിന് അവർ വിധേയരായോ? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ആരോട് ചോദിച്ചാലും ഈ ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തന്നെ ഇപ്പോഴും പറയുന്നു. എന്നാൽ VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കേണ്ട ആവശ്യം അവരെക്കാൾ കൂടുതൽ സതീശനാണെന്ന് സാരം. മുസ്ലിം ലീഗ് നിലവിൽ കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെയും ലീഗിനെയും ഒന്നിച്ച് വിഴുങ്ങുന്ന കാലം വിദൂരമല്ല.